സർവകലാശാലകളിൽ കാവ്യവൽക്കരണം തുടർന്ന് ചാൻസലർ കൂടിയായ ഗവർണർ MG സർവകലാശാലയിൽ സംഘപരിവാർ അനുകൂലിയായ മാവൂത്തിനെ താൽക്കാലിക VC-ആയി നിയമിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, ഇതിൽ ഏറ്റവും പ്രസക്തമായൊരു കാര്യം, ഈ താൽക്കാലിക VC നിയമനത്തിനുള്ള പാനൽ UDF സർക്കാർ നൽകിയിട്ടില്ല. വളരെ കൃത്യമായ ഒരു ഡീൽ, ഒരു അജണ്ട, ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് UDF സർക്കാർ ആ പാനൽ നൽകാതിരുന്നത് എന്ന് മനസ്സിലാകുന്നു. എങ്ങനെയാണോ കാവ്യവൽക്കരണത്തിന് ചാൻസലർ മുതിരുന്നത്, അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നു സർക്കാർ? തീർച്ചയായും ഏതായാലും ഈ സർവകലാശാലകളിൽ തന്നെ അനുകൂലിക്കുന്നവരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നേരത്തെ മുതൽ തന്നെ ചാൻസലർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു MG സർവകലാശാല താൽക്കാലിക VC നിയമനത്തെയും കാണേണ്ടത്. നിലവിൽ MG സർവകലാശാലയിൽ VC-യുടെ ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ CT അരവിന്ദ് കുമാർ വിരമിച്ച ഒഴിവിലേക്കാണ് ഇപ്പോൾ ഏതായാലും പ്രൊഫസർ ഡോക്ടർ D മാവൂത്തിനെ നിയമിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവും ഇപ്പോൾ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ BJP അനുഭാവികളുടെ അധ്യാപക സംഘടനയുണ്ട്. ആ അധ്യാപക സംഘടനയുടെ അംഗം കൂടിയാണ് മാവൂത്ത്. ആ രീതിയിൽ തന്നെയാണ് ഈ നിയമനം നടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരള സർവകലാശാലയിലെയും കുസാറ്റിലെയും മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഡീൻ കൂടിയാണ് മാവൂത്ത്. അതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തോതിലുള്ള ഇടപെടൽ ചാൻസലറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ കാണേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൽക്കാലിക ചുമതല നൽകുന്നതിന് സർക്കാർ പ്രത്യേകിച്ചൊരു പാനൽ നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഈ RSS അനുകൂലികളെ VC സ്ഥാനത്തേക്ക് നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ നിലപാട് എന്ത് എന്നുള്ളത് വ്യക്തമാക്കുന്ന നടപടി കൂടിയായി മാറുകയാണ് ഇത്, ഈ മാവൂത്തിന്റെ നിയമനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.